ഹായ് ഗീക്സ്, കുബർനെറ്റിസ് ക്രാഷ് കോഴ്സ് ഡേ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് കുബർനെറ്റിസിൻ്റെ ഏതൊരു ഇൻ്റർവ്യൂവിൽ പോയാലും പിന്നെ കുബർനെറ്റിസ് മെയിനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ കുബർനെറ്റിസിൻ്റെ ആർക്കിടെക്ചർ നിങ്ങൾ തറവായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഈ ഒരു എൻ്റയർ ക്ലാസ്സിൽ നമ്മൾ ആർക്കിടെക്ചർ ഫോക്കസ് ആയിട്ടായിരിക്കും ക്ലാസ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ബേസിക്കലി കുബർനെറ്റ് ആർക്കിടെക്ചറിൽ മാസ്റ്റർ നോഡ് ഉണ്ട്, വർക്കർ നോഡ് ഉണ്ട്. മാസ്റ്റർ നോഡിൽ കുറച്ച് കോമ്പണൻസ് ഉണ്ട്, API സെർവർ, ഷെഡ്യൂളർ, ETCD, കൺട്രോൾ മാനേജർ. അതുപോലെ വർക്കർ നോഡിൽ ക്യൂബ്ലെറ്റ്, ക്യൂബ്പ്രോസി, CRI, കണ്ടെയ്നർ, റൺ ടൈം, എൻവയോൺമെന്റ്, പോഡ്സ്. ഓക്കെ, ബേസിക്കായിട്ട് നമ്മൾ ഇന്ന് പോകുന്നത് ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഇതിന്റെ ഫങ്ക്ഷണാലിറ്റി, ഇതൊക്കെ നമ്മളൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് സിമ്പിളായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അതിനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു എക്സാമ്പിൾ ആണ് ഒരു സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റം. അതാണ് ഈ എൻ്റയർ ആയിട്ട് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ ഒരു സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ നോർമലി എല്ലാവരും സ്കൂൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവും. ഓക്കെ, മെയിനായിട്ട് ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവും. പിന്നെ അതിൽ ഓരോരോ ക്ലാസ് റൂംസ് ഉണ്ടാവും. ഓക്കെ, 8ാം ക്ലാസ് 9ാം ക്ലാസ് അങ്ങനെ ഒരുപാട് ക്ലാസ് റൂംസ് ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ഹെഡ് ഓഫീസിൽ മെയിനായിട്ടുള്ള ആള് നമ്മളെ ചാക്കോ സാറ്, അതായത് പ്രിൻസിപ്പൾ ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ ഒരു ഹെഡ് ഓഫീസിന്റെ ആയാലും എല്ലാ ഡീറ്റെയിലും റെക്കോർഡ് ചെയ്ത് വെക്കാൻ ഒരു സ്കൂൾ റെക്കോർഡ് ഉണ്ടാവും. ഓക്കെ, രജിസ്റ്റർ പോലത്തെ രജിസ്റ്റർ ഒരു ബുക്കില്ലേ, ആ ബുക്ക് പോലത്തെ സ്കൂൾ റെക്കോർഡ് ഉണ്ടാവും. പിന്നെ ഇദ്ദേഹത്തിന് പുറമെ ഒരു വൈസ് പ്രിൻസിപ്പാൾ ഉണ്ടാവും, വൈസ് പ്രിൻസിപ്പാൾ ഉണ്ടാവും. പിന്നെ ഒരു പ്യൂൺ ഉണ്ടാവും. ഓക്കെ, ഈ ചങ്ങായി ഉണ്ടാവും. ഇനി ഒരാളെ ഫംഗ്ഷനാലിറ്റി ഞാൻ പറഞ്ഞുതരാം. അതേപോലെ ഓരോ ക്ലാസ് റൂമിലും ടീച്ചർ ഉണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടാവും. ടീച്ചിങ് ടൂൾസ് മെയിനായിട്ട് വടി. ഓക്കെ, പണ്ടുള്ള കാലത്തുള്ള വടിയുണ്ട്. പിന്നെയുള്ളത് ചോക്ക്, ബോർഡ്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. പിന്നെ ഒരു ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും, ക്ലാസ് ലീഡർ ഉണ്ടാവും. പിന്നെ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് സ്കൂളാണ്. ഓക്കെ, CCTV ഉണ്ട്. ഓരോ ക്ലാസ്സിൽ എല്ലാവരും മര്യാദയ്ക്ക് പഠിക്കുന്നുണ്ടോ, ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ടോ, സ്റ്റുഡൻസ് മര്യാദയ്ക്ക് പഠിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ ചാക്കോ സാറിന് നോക്കാൻ വേണ്ടിയിട്ട് CCTV ഉണ്ടാവും. ഓക്കെ, ഇതാണ് മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ ഒരു സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ. ബേസിക്കലി ഓരോരാളെ ഫംഗ്ഷനാലിറ്റി ഇപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ പറഞ്ഞ പോലെ ഇതിൽ റെക്കോർഡ്സ് ഉണ്ടാവും. പ്രിൻസിപ്പൾ ആണ് മെയിൻ ആയിട്ടുള്ളത് ഹെഡ് ഓഫീസിൽ. അപ്പോൾ ഇദ്ദേഹം വഴിയാണ് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ വരുന്നത്. പിന്നെ വൈസ് പ്രിൻസിപ്പാൾ എല്ലാം കൺട്രോൾ ചെയ്യാനുണ്ടാവും, ക്ലാസ് റൂംസിൽ ടീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. പ്യൂണ് പ്രിൻസിപ്പാൾ ഇടുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ക്ലാസ് റൂംസിൽ അറിയിപ്പൊക്കെ എത്തിക്കുന്നത് പ്യൂൺ ചങ്ങായിയാണ്. സോ പിന്നുള്ളത് ക്ലാസ് റൂമിൽ ടീച്ചർ ഉണ്ടാവും പഠിപ്പിക്കാൻ, സ്റ്റുഡൻസ് ഉണ്ടാവും, ടീച്ചിങ് ടൂൾസ് ഞാൻ പറഞ്ഞ പോലെ വടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ക്ലാസ് ലീഡർ, CCTV. ഓക്കെ, CCTV എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ചാക്കോ സാറിന് കാണാൻ വേണ്ടിയിട്ട്. ബേസ് ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ കുബർനെറ്റീസിന്റെ ആർക്കിടെക്ചർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാൻ നോക്കാം. നമ്മുടെ കുബർനെറ്റീസിന്റെ കേസിൽ ഈ ഒരു സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റത്തിനെ നമ്മൾ ഫുള്ളായിട്ട് ഒരു K8s എന്ന് വെച്ചാൽ കുബർനെറ്റീസ് K8s ക്ലസ്റ്റർ എന്ന് പറയും. ഓക്കെ, ഇത് ഫുള്ളായിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഹെഡ് ഓഫീസ്, മെയിൻ ആയിട്ടുള്ള കുബർനെറ്റീസിലെ ഹെഡ് ഓഫീസ് മാസ്റ്റർ നോഡാണ്. ഈ മാസ്റ്റർ നോഡിൽ നമ്മുടെ സ്കൂളിലെ ഹെഡ് ഓഫീസിലെ പോലെ തന്നെ 4 പേരുണ്ടാവും. ഓക്കെ, ഈ 4 പേരിൽ സ്കൂളിലെ റെക്കോർഡ്സ് ഒക്കെ സൂക്ഷിക്കുന്ന ആളുടെ പേരാണ് ETCD. ETCD ഇതിന് ഫുൾ ഫോം ഒന്നുമില്ല. സംഭവം എന്ന് വെച്ചാൽ ഈ ഫസ്റ്റത്തെ 2 ET എന്ന് വെച്ചാൽ /ETC എന്ന സംഭവം ഉണ്ട്. ഓക്കെ, അത് സെർവർ സൈഡ് വർക്ക് ചെയ്തവർക്ക് അറിയാം. അതിന്റെ ഒരു ET എടുത്തിട്ട് പിന്നെ CD എന്ന് വെച്ചാൽ മറ്റേ ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള ഒരു സംഭവമാണ് CD എന്ന് വരുന്നത്. അത് ഷോർട്ടായിട്ട് അങ്ങനെയാണ് കുബർനെറ്റീസ് എടുത്തിട്ടുള്ളത്. ഓക്കെ, CD എന്ന് പറഞ്ഞിട്ട് ETCD എടുത്തു. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാവും. സ്കൂളിലെ റെക്കോർഡ്സും കാര്യങ്ങളും എത്ര ആൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതേപോലെ നമ്മുടെ കുബർനെറ്റീസിൽ ഇത് വരുമ്പോൾ കുബർനെറ്റീസിൽ ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ETCDയിലാണ്. അതേപോലെ നമ്മുടെ കുബർനെറ്റീസിന്റെ മെയിൻ ആയിട്ടുള്ള ആൾ എന്ന് വെച്ചാൽ ഹെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാക്കോ സാറെ പോലെ API സെർവറാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ കൺട്രോൾ മാനേജർ എന്താണെന്ന് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈസ് പ്രിൻസിപ്പാൾ സ്കൂളിൽ ചെയ്യുന്ന പോലെ ഇദ്ദേഹമാണ് ഓരോ ക്ലാസ് റൂമിന്റെയും ഇതിന്റെ സ്റ്റേറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത്, കൺട്രോൾ മാനേജർ. ഓക്കെ, സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു കൺട്രോൾ മാനേജർ എന്ന് പറഞ്ഞ ആളാണ്. സ്റ്റേറ്റ്സ് മീൻസ് ചെക്ക് ചെയ്തിട്ട് പിന്നെ സ്റ്റേറ്റ് മാനേജ്മെന്റ് എന്ന് പറയും. അപ്പോൾ ഈ സ്റ്റേറ്റ്സ് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പോഡ് റീസ്റ്റാർട്ട് ചെയ്യാനുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു കൺട്രോൾ മാനേജറാണ്. ഈ പോഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓരോന്നിൻ്റെയും ഫംഗ്ഷനാലിറ്റി പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പിന്നെയുള്ളത് ഷെഡ്യൂളർ, പ്യൂണ്. ഷെഡ്യൂളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യൂണിന്റെ പോലെ ജോലി ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹം API സെർവറിൽ ഇരുന്ന കാര്യങ്ങളൊക്കെ മീൻസ് പുതിയ
ഇവിടെ ടീച്ചേഴ്സിന് ആവശ്യമുണ്ടോ, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ടീച്ചർ ഇല്ലെങ്കിൽ ഷെഡ്യൂളർ മീൻസ് ഈ പ്യൂണ് വഴി പോയിട്ട് നമ്മൾ അവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറയും. അതുപോലെ നമ്മൾ കുബർനെറ്റീസിൻ്റെ കേസിലാണെങ്കിൽ അതിൽ പോഡ്സ് ഒന്നും ഇല്ലെങ്കിൽ ഈ പ്യൂണ് അതായത് നമ്മളെ ഷെഡ്യൂളർ പോയി ചെക്ക് ചെയ്തിട്ട് പോഡ്സ് ഇല്ലാത്ത സ്ഥലത്തേക്ക് പോഡ്സിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ API സെർവറിന് കമ്മ്യൂണിക്കേഷൻ കൊടുക്കും. ഓക്കെ, ഈ 4 പേരും അതിൻ്റെതായ ഫങ്ഷനാലിറ്റി ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇത് റെക്കോർഡ് ബുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റാബേസ് ആണ് നമ്മുടെ കുബർനെറ്റീസിൻ്റെ. മെയിൻ ആയിട്ടുള്ള ആൾ API സെർവറാണ്. ഇതിലാണ് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് വരുന്നത് ഈ API സെർവറിലാണ്. പിന്നെ കൺട്രോൾ മാനേജർ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നു. ഈ പോർട്സ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൺട്രോൾ മാനേജറാണ്. പിന്നെ ഉള്ളത് ഷെഡ്യൂളറാണ്. ഷെഡ്യൂളർ എന്ന് വെച്ചാൽ പ്യൂണിനെ പോലെ വർക്ക് ചെയ്യും. ഓരോന്നിലും പോർട്സ് അവൈലബിൾ ഉണ്ടോ അല്ലെങ്കിൽ ഓരോ വർക്കർ നോഡിലും പോയിട്ട് സംഭവങ്ങൾ ചെക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ ഈ ഒരു ഷെഡ്യൂളർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരാൻ പോകുന്നത് വർക്കർ നോഡാണ്. ഈ വർക്കർ നോഡ് എന്ന് വെച്ചാൽ ഓരോ ക്ലാസ് റൂമിനും നമുക്ക് ഓരോ വർക്കർ നോഡ് എന്ന് പറയാം. ഓക്കെ, ഇത് മൾട്ടിപ്പിൾ വർക്കർ നോഡ്സ് ഉണ്ടാവും. ഓക്കെ, പിന്നെ നിങ്ങൾ വിചാരിക്കണം എന്താണ് ഈ നോഡ്? ഇത് Node.jsന്റെ നോഡല്ല. ഈ നോഡ് എന്ന് വെച്ചാൽ സെർവറാണ് സിംപ്ലി പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മാസ്റ്റർ സെർവർ വർക്കർ സെർവർ എന്നിട്ടൂടെ. പക്ഷേ കുബർനെറ്റീസ് ഒഫീഷ്യലി ഈ സെർവർ എന്നുള്ള ടേം അല്ല കൊടുക്കുന്നത്, നോഡ് എന്നുള്ള ടേം ആണ്. ഓക്കെ, അത് അവരെ ഇഷ്ടം. അവർ സെർവർ എന്ന് വെച്ചാൽ വിർച്വലായിട്ട് ഫിസിക്കൽ മെഷീൻ എന്നുള്ള ഒരു ഇത് വരുന്നതുകൊണ്ടാണ് അവർ നോഡിന് അവരുടേതായ ഒരു ടേം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് വർക്കർ നോഡ്, മാസ്റ്റർ നോഡ് ഒന്നുമില്ല. നോഡ് എന്ന് വെച്ചാൽ സെർവറാണ്. ഓക്കെ, സോ വർക്കർ നോഡ് ക്ലാസ് റൂം എന്ന് പറയാം. ഓക്കെ, ഈ ക്ലാസ് റൂമിൽ ഒരു പോഡ് ഉണ്ടാവും, ടീച്ചർ ഉണ്ടാവും. ഓക്കെ, ഈ ഒരു പോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോളസ്റ്റ് ഡിപ്ലോയബിൾ യൂണിറ്റ് ഇൻ കണ്ടെയ്നർ. ഓക്കെ, അതിനാണ് പോഡ് എന്ന് പറയാം. നമ്മൾ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്നത് പോഡിലായിരിക്കും. പിന്നെയുള്ളത് ക്യൂബിലെറ്റ് ആണ്. ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു CCTV പോലെ വർക്ക് ചെയ്യും. അതായത് ഇതിനകത്തുള്ള വർക്കർ നോഡിലെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെഡ് ഓഫീസിലെ API സെർവറായിട്ട് കമ്മ്യൂണിക്കേഷൻ എനാബിൾ ചെയ്യുന്നത് ഒരു ക്യൂബിലെറ്റ് വഴിയാണ്. CCTV പോലെ തന്നെ ചാക്കോ സാറിന് CCTV വഴി കാര്യങ്ങൾ ക്ലാസ് റൂമിൽ വാച്ച് ചെയ്യാവുന്ന പോലെ തന്നെ ക്യൂബിലെറ്റ് വഴിയാണ് നമ്മുടെ മാസ്റ്റർ നോഡുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തുള്ളത് കണ്ടെയ്നർ റൺ ടൈം എൻവയോൺമെൻറ്റ്. ഓക്കെ, സോ ഇത് ടീച്ചിങ് ടൂൾസ് നമ്മൾ പറഞ്ഞ പോലെ വടി അതുപോലത്തെ ഉണ്ടാവും. അതായത് ടീച്ചിങ് ടൂൾസ് വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മുടെ സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് കണ്ടെയ്നേഴ്സ് റൺ ചെയ്യാൻ വേണ്ടി സ്റ്റുഡൻസിനെ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വടി കാര്യങ്ങളൊക്കെ. സോ ഇതിൽ കണ്ടെയ്നർ റൺ ടൈം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടെയ്നേഴ്സ് മീൻസ് റൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടെയ്നർ റൺ ടൈം ഉള്ള ഈ ഒരു കോമ്പൗണ്ട് യൂസ് ചെയ്തിട്ടാണ്. പിന്നുള്ളത് ക്യൂബ് പ്രോക്സി. ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവിനെ പോലെ ക്ലാസ്സിലെ കാര്യങ്ങൾ നമ്മുടെ ഇതിലേക്ക് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വർക്കർ നോഡിൽ നിന്ന് API സെർവർ ഈ ഒരു ഹെഡ് ഓഫീസിലേക്ക് മാസ്റ്റർ നോഡിലേക്ക് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്യൂബ് പ്രോക്സി യൂസ് ചെയ്യുന്നത്. പിന്നെ നോർമലി നമ്മളെ കണ്ടെയ്നേഴ്സ്. ഇത്രയാണ് നമ്മുടെ കുബർനെറ്റീസ് ആർക്കിടെക്ചറിൻ്റെ ഒരു ഐഡിയ. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ഞാൻ റിവൈസ് ആയിട്ട് പറയാം. കുബർനെറ്റീസ് ആർക്കിടെക്ചറിൽ വരുന്നത് മെയിനായിട്ട് ഇത് എൻ്റയർ ആയിട്ട് വർക്കർ നോഡ് മാസ്റ്റർ നോഡ് കോമ്പൗണ്ട്സ് എല്ലാം കൂടിയിട്ട് നമുക്കൊരു ക്ലസ്റ്റർ എന്ന് പറയാം. പിന്നെ അതിൽ മെയിനായിട്ട് വരുന്നതാണ് മാസ്റ്റർ നോഡ്. ഇതിൽ മെയിനായിട്ട് 4 കോമ്പണൻസ് ഉണ്ട്: etcd, API സെർവർ, കൺട്രോൾ മാനേജർ, ഷെഡ്യൂളർ. etcdയിൽ ഡാറ്റാബേസ് ഇതിലുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് etcdയിലാണ്. അത് കീ വാല്യൂ പെയർ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. പിന്നെയുള്ളത് API സെർവറാണ്. മെയിൻ ആയിട്ടുള്ള റിക്വസ്റ്റ് വരുന്നതും എല്ലാം ഈ ഒരു API സെർവറിലോട്ട് മാത്രമേ വരൂ. പിന്നെ കൺട്രോൾ മാനേജറിന് സ്റ്റേറ്റ് മാനേജറിനെ യൂസ് ചെയ്യുന്നു. ഷെഡ്യൂളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു പോഡ്സ് ഒക്കെ മീൻസ് അറേഞ്ച് ചെയ്യേണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെഡ്യൂളറാണ് യൂസ് ചെയ്യുക. പിന്നെ ഒരു വർക്കർ നോഡിൽ പോഡ് ഉണ്ടാവും, ക്യൂബിലെറ്റ് ഉണ്ടാവും, കണ്ടെയ്നർ റൺ ടൈം ഉണ്ടാവും, ക്യൂബ് പ്രോക്സി ഉണ്ടാവും, കണ്ടെയ്നർ ഉണ്ടാവും. ഓക്കെ, ഇത്രയാണ് നമ്മളൊരു കുബർനെറ്റീസിൻ്റെ ആർക്കിടെക്ചർ വരുന്നത്. മനസ്സിലായിട്ടില്ല ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. വീഡിയോ റീവാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ ഒന്നുകൂടി എലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടേബിൾ ഫോർമാറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺട്രോൾ പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മുടെ മാസ്റ്റർ നോഡിൻ്റെ ആ ഒരു ഇതിനെ പറയുന്ന പേരാണ് കൺട്രോൾ പ്ലെയിൻ എന്നുള്ളത്. ഓക്കെ, കൺട്രോൾ പ്ലെയിനുള്ളിൽ വരുന്നതാണ് നമ്മുടെ മാസ്റ്റർ നോഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കോമ്പൗണ്ട്സ് ആണ് ഇത് കാണുന്നത്. ഓക്കെ, സോ ഇതിൽ 4 കോമ്പൗണ്ട്സ് ആണുള്ളത്: API സെർവർ, etcd, കൺട്രോൾ മാനേജർ, ഷെഡ്യൂളർ. ഇതിനകത്ത് അതിൻ്റെ റോള് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കൊടുത്ത റിയൽ ലൈഫ് എക്സാമ്പിളിൻ്റെ ആ ഒരു ഷോർട്ട് ഫോം ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് വെച്ചൊന്ന് നോക്കി പഠിച്ചാൽ മതി.
ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, പോസ് ചെയ്തിട്ട് മനസ്സിലാവും. പിന്നെയുള്ളത് വർക്കർ നോഡാണ്. ഇതിനും ഇത്രയും കോമ്പണൻസ് ഉണ്ട്. ജസ്റ്റ് പോസ് ചെയ്യുക, വായിച്ചു നോക്കുക, മനസ്സിലാവും, സീനയില്ല. പിന്നെയുള്ളത് കുബർനെറ്റീസിൻ്റെ ഒഫീഷ്യൽ ഡയഗ്രാമാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മാസ്റ്റർ നോഡ്, അതായത് കൺട്രോൾ പ്ലെയിൻ്റെ ഉള്ളിലുള്ളത്. സോ അതിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ക്യൂബ് API സെർവർ, ETCD, ഷെഡ്യൂളർ, കൺട്രോൾ മാനേജർ. മെയിനായിട്ടുള്ള ചങ്ങായി ഈ ഒരു ക്യൂബ് API സെർവറാണ്. ഇവിടുന്നും ഇവിടുന്നും എല്ലായിടത്തും ഉണ്ട്. ഈ ഒരു സംഭവം കണ്ട് പേടിക്കേണ്ട, ഇത് നമ്മളിപ്പോൾ പഠിക്കുന്നില്ല, പക്ഷെ പഠിപ്പിച്ചു തരും, ആവശ്യമില്ല. ഓക്കെ, ഇത് നോക്കണ്ട. ഇത് മുതൽ ഇത് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ കാണും ഇതിനകത്താണ് എല്ലാം മെയിനായിട്ട് വരുന്നത്. എവിടെ നിന്ന് റിക്വസ്റ്റ് വരുന്നതും പോകുന്നതൊക്കെ നമ്മുടെ ഈ ഒരു ക്യൂബ് API സെർവർ എന്നാണ്. സോ ഷെഡ്യൂളർ ആയാലും എന്തായാലും ഇവിടുന്ന് തന്നെ വരുന്നത്. ഓക്കെ, സോ എല്ലാ ഇൻഫർമേഷനും കൊടുക്കുന്നത് ക്യൂബ് API സെർവറിലേക്കാണ്. പിന്നെ ഇത് നമ്മുടെ ഇതാണ് വർക്കർ നോഡ്സ്. ഇതിൽ ക്യൂബ്ലെറ്റ് ഉണ്ട്, ക്യൂബ് പ്രോക്സി ഉണ്ട്, പോർട്സ് ഉണ്ട്. ഓക്കെ, സോ CRE എന്ന് വെച്ചാൽ കണ്ടെയ്നർ റൺ ടൈം എൻവയോൺമെന്റ്. ഓക്കെ, സോ ഇതാണ് ഒഫീഷ്യൽ ഡയഗ്രാം. സോ ആദ്യം തന്നെ ഞാൻ ഇത് വെച്ച് പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു ക്യൂബ് API സെർവർ ഈ ഓരോ വർക്കർ നോഡിൽ നടക്കുന്ന കാര്യങ്ങളും ഈ ഷെഡ്യൂളർ അവിടെ പോയി ചെക്ക് ചെയ്ത് വന്ന കാര്യങ്ങളും ക്യൂബ് API സെർവറിനോട് പറയാം. കൺട്രോൾ മാനേജർ സ്റ്റേറ്റ് മാനേജ്മെന്റ് ചെക്ക് ചെയ്തിട്ട് API സെർവറോടാണ് പറയാം. ഇതിലെ ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ETCDയിലേക്കാണ്. പിന്നെ ഇതിലെ ഈ ക്യൂബ്ലെറ്റ് എന്നുള്ള കമ്മ്യൂണിക്കേഷൻ API സെർവറിലേക്ക് ഉണ്ട്, ക്യൂബ് പ്രോക്സിയിൽ നിന്നും API സെർവറിലേക്ക് ഉണ്ട്. ഓക്കെ, പിന്നെ പോർട്സ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഒഫീഷ്യൽ ആയ ആർക്കിടെക്ചറിൽ വരുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇന്നത്തെ ടാസ്ക് സിമ്പിളായിട്ട് നമ്മുടെ ഈ ഒരു സെക്ഷൻ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ സർട്ടിഫിക്കറ്റ്, കുബർനെറ്റീസ് ഫ്രീ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, ജസ്റ്റ് ജോയിൻ ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു.